ഇവിടെ ഒരുത്തൻ ചെരുപ്പ് പോലും ഇടാതെ ആണികൾ വിരിച്ചു വെച്ച പാതയിലൂടെ നടക്കുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ചു ദൂരം അവൻ അതിലൂടെ നടന്നു. പക്ഷെ കത്തിച്ചു വെച്ച തീയിലൂടെ ചാടി അപ്പുറത്ത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവന്റെ കാലിൽ ആണി തറച്ചു കയറുന്നു. അവന്റെ നിലവിളിയും കരച്ചിലും ഒക്കെ കണ്ടതും അവന്റെ പിന്നിലുണ്ടായിരുന്നവൻ ആ മത്സരത്തിൽ നിന്നും മുങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ അവന്റെ തൊട്ടു പിന്നിലുണ്ടായിരുന്നവൻ ഈ പുള്ളിക്കാരനെ മുങ്ങാൻ സമ്മതിച്ചില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഗത്യന്തരമില്ലാതെ അവൻ കുറച്ച് ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് എടുത്ത് ചാടി ആ ആണികൾക്ക് മുകളിലേക്ക് ചാടി വീഴുന്നു. ഇവന് ഇത്രക്ക് ധൈര്യോ? പക്ഷെ അവൻ ചാടിയതേ ആണികൾക്ക് മുകളിലല്ല. അതിന്റെ 2 സൈഡിലുമായിട്ട് കാല് നൈസായിട്ട് വെക്കുകയാണ് ചെയ്തത്. അതോടെ അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം ആകെ അവനെ കളിയാക്കാൻ തുടങ്ങി. പാവം ആകെ നാണം കെട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇമ്മാതിരി ഒരു മത്സരം നടത്തുന്നതെന്ന് മനസ്സിലായോ? സത്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദേ ഈ ഇരിക്കുന്ന പെൺകുട്ടിയില്ലേ രാജകുമാരി, പുള്ളിക്കാരിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ്. അച്ഛൻ രാജാവാണ് മനോഹരമായ ഈ ടെസ്റ്റ് നടത്തുന്നത്. അടുത്തതായിട്ട് ലീ എന്ന് പറയുന്നവൻ വളരെ കൃത്യമായി ആ ആണിയിലൂടെ നടന്ന് തീക്കെട്ട് ചാടിക്കടന്ന് ആ മത്സരത്തിൽ വിജയിക്കുന്നു. അതിനുശേഷം വളരെ സന്തോഷത്തോടെ പുള്ളിക്കാരൻ ആ രാജകുമാരിനെ കാണുന്നതിന് വേണ്ടിയിട്ട് പിന്നിലൂടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു സംഗതി പിടികിട്ടിയത്. പുള്ളിക്കാരിയുടെ ഒരു സൈഡ് ആകെ എന്തോ ഒരു വൃത്തികേട് ബാധിച്ചിട്ടാണുള്ളത്. അതായത് നൈസായിട്ട് ആൾക്കാരെ പറ്റിച്ചു. സൈഡ് ചെരിഞ്ഞിരുന്നിട്ട് ഒരു സൈഡ് ഭയങ്കര സുന്ദരിയാണ്. അപ്പുറത്തെ സൈഡാണെങ്കിൽ ആകെ വിരൂപമായിട്ടാണുള്ളത്. അതോടെ പെണ്ണത്ര സുന്ദരിയൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും രാജകുമാരി ജമ്പ് ചെയ്ത് അവന്റെ കഴുത്തിൽ കയറിയിരിക്കുന്നു. ഈ വേഗം തന്നെ അവളെ തള്ളിയിട്ട് ഒരു വലിയ മുളക്കമ്പ് എടുത്ത് ജമ്പ് ചെയ്ത് കൊട്ടാരം മതിലിന് പുറത്തുണ്ടായിരുന്ന ഒരു തുണിക്കടയിലേക്ക് പോയി വീഴുന്നു. അവിടെ വെച്ച് അവൻ വേഗം തന്നെ അവന്റെ പിന്നിൽ ഒരു മാസ്കും വെച്ച് മുടിയൊക്കെ പിന്നിലേക്കാക്കിയിട്ട് ഒരു വേറെ രൂപത്തിൽ അവിടെ നിൽക്കാൻ തുടങ്ങി. അവിടേക്ക് വന്ന് രാജകുമാരി ലീയെ പറ്റി അവനോട് ചോദിച്ചപ്പോൾ അവൻ മറ്റൊരു ദിശയിലേക്ക് ചൂണ്ടിക്കാണിച്ച് രാജകുമാരിയെ ഡൈവേർട്ട് ചെയ്യുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് നൈസായിട്ട് രക്ഷപ്പെട്ടു.